പ്രൈസ് ലോർഡ്. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഇന്ന് ഇന്ത്യ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഈ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, ബിസിനസ് രംഗത്തിൽ, ജോലി മേഖലയിൽ, നമ്മുടെ വ്യക്തിഗത സുഹൃത്ത് ബന്ധങ്ങളിൽ എല്ലാം നമുക്കാവശ്യം സ്വാതന്ത്ര്യമാണ്. പരസ്പര ബന്ധത്തിലും നമുക്കാവശ്യം സ്വാതന്ത്ര്യമാണ്. എല്ലാവരും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ്. ആരും അടിമകളായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെയാണ് ക്രിസ്തു നമ്മെ തേടി, പാപിയായ എന്നെ തേടി, പാപികളായ നമ്മെ ഓരോരുത്തരെയും തേടി വന്ന ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തെയും ക്രിസ്തു നമുക്ക് വേണ്ടി നിത്യമായി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെപ്പറ്റിയും നമുക്ക് വിചിന്തനം ചെയ്യേണ്ടത്. യേശു ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നാം സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തരാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ക്രിസ്തുവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ, മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ബലിയായിത്തീർന്ന ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കുരിശിലാണ് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെയാണ് നാം ഓരോരുത്തരും സ്വതന്ത്രരാക്കപ്പെട്ടത്. പാപഭാരത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, പാപത്തിൻ്റെതായ ഭയത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, സകലവിധ ദുഃഖ അവസ്ഥയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ വന്നതാണ് യേശു ക്രിസ്തു. വചനം പറയുന്നു, വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. Jesus himself bore our sins in his body on the cross, so that free from sins we might live for righteousness. By his wounds we have been healed. യേശു ക്രിസ്തു നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ, സ്വതന്ത്രമാക്കാൻ ഈ ഭൂമിയിൽ ഭൂജാതനാക്കപ്പെട്ടു. ഇത് പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണയുടെ ഭാഗമാണ്. ഈ ക്രിസ്തു യേശുവിനെ മനുഷ്യരൂപത്തിൽ നമുക്ക് ലഭിച്ചത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല ഇന്നുവരെ. ആ ദൈവത്തിൻ്റെ മനോഹാരിത, ആ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ രൂപം മനുഷ്യന് മനസ്സിലാക്കാനായി ഒരു മനുഷ്യനായി തന്നെ പിറവിയെടുത്ത യേശു ക്രിസ്തു, അതിന് പരിശുദ്ധ മറിയത്തിൻ്റെ താഴ്മയും സമർപ്പണവും അനുസരണവും കാരണമായി. ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണയുടെ ഭാഗമായ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള ഈ സ്വാതന്ത്ര്യം നാം ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ പലപ്പോഴും നമ്മെ അടിമപ്പെടുത്തുന്ന പാപത്തിൻ്റെ കുറ്റബോധങ്ങൾ, പാപത്തിൻ്റെ ഭാരം, ദുഃഖം, ഇവയെല്ലാം നമ്മെ വീണ്ടും വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുകയാണോ എന്ന് പുനഃപരിശോധിക്കണം. ഈ പാപഭാരത്തിൽ നിന്നും ഇന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം:
കർത്താവായ ഈശോയെ, എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ പാപഭാരത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നീ എന്നെ നയിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഐ താങ്ക് യു ലോർഡ് ഫോർ സെറ്റിംഗ് മീ ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ. ഈ പ്രാർത്ഥന ഇന്ന് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നാം മോചിക്കപ്പെടുന്നതിനു വേണ്ടി, സ്വതന്ത്രമാക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അനന്തമായ സ്നേഹമാണ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും ഞങ്ങളെ പാപഭാരത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാനും നിന്റെ സ്നേഹം നിന്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിനെ ഞങ്ങളിലേക്ക് അയച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഈ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ഈശോയുടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്നിപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം അവരിലേക്ക് അയച്ചു കൊടുക്കണമേ. കർത്താവേ, ഈ മക്കൾ ഭാരപ്പെടുന്ന അവരുടെ ഭാരങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, അവരുടെ കുറ്റബോധം, പാപാവസ്ഥ, പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാത്ത അവസ്ഥ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥ, അടിമത്തത്തിൻ്റെ അവസ്ഥ, ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും അവസ്ഥ, സാമ്പത്തിക ദുരിതങ്ങൾ, രോഗപീഠകളുടെ അവസ്ഥ, കർത്താവെ, ഈ അവസരത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ആവശ്യമാണ്. ക്രിസ്തുവേ, നീയാണ് ധൂർത്തപുത്രനെ തേടിയിറങ്ങിയവൻ. പാപിയായ എന്നെ തേടി വന്ന ക്രിസ്തുവേ, നിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് നിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എന്നെയും എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ സാമ്പത്തിക ക്ലേശത്തിൻ്റെ ഭാരം ക്രിസ്തുവേ നീ എടുത്തുമാറ്റി അവർക്ക് സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യവും ഭദ്രതയും നൽകി അനുഗ്രഹിക്കണമേ. ഇവരുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ എടുത്തുമാറ്റി, മുറിവുകൾ വെച്ചുകെട്ടി, ശാരീരിക ക്ലേശത്തിൻ്റെ ഭാരത്തിൽ നിന്നും വേദനയിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ നിന്നും ഇന്ന് നിന്റെ പരിശുദ്ധ സ്നേഹം, നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ കാരുണ്യം ഈ മക്കൾക്ക് യഥാർത്ഥ മോചനം നൽകി, സ്വാതന്ത്ര്യം നൽകി ഇവരെ നീ ഇപ്പോൾ തന്നെ, ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ നീ അവരെ അനുഗ്രഹിക്കണമേ, അവരെ സുഖപ്പെടുത്തണമേ, അവരെ രക്ഷിക്കണമേ, സ്വതന്ത്രമാക്കണമേ. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് നീ ആശീർവദിക്കണമേ. അവരുടെ ക്ലേശങ്ങളെ നീ ഇന്ന് ലഘൂകരിച്ച് അവരെ നീ അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെ അവരനുഭവിക്കുന്ന എല്ലാവിധ പാപഭാരങ്ങൾ, ക്ലേശങ്ങൾ, അവരുടെ നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ആകുലതകൾ, അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വമില്ലായ്മ, ഇവയെല്ലാം ഓർത്ത് ദുഃഖിക്കുന്ന, ഭാരപ്പെടുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട യുവജനങ്ങളെ കർത്താവെ നീ സ്വതന്ത്രമാക്കണമേ. നിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ മക്കൾക്ക് നീ നൽകണമേ. എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും, സഹോദരി സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ എല്ലാം ഈ സമയം നിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യവും സ്നേഹവും സമാധാനവും അനുഭവിക്കുവാൻ, നിന്റെ കാരുണ്യം രുചിച്ചറിയുവാൻ, ഈ ലോകത്തിൽ നിന്ന് എല്ലാ വേദനകളും എടുത്തുമാറ്റി ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള
പരിശുദ്ധ കൃപ, പരിശുദ്ധ ആത്മാവിനെ ഇപ്പോൾ തന്നെ ഈ മക്കളിലേക്ക് വർഷിക്കണമേ. പിതാവേ, നിന്റെ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇപ്പോൾ നീ നിറയ്ക്കണമേ. നിന്റെ സമാധാനം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. നിന്റെ കാരുണ്യത്താൽ നിറയ്ക്കണമേ. ഇന്നു മുതൽ നീ ഇവരുടെ പാപങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ എടുത്തു മാറ്റിയതിൻ്റെ ഓർമ്മയ്ക്കായി നന്ദിയോടെ ഇന്നു മുതൽ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കി എന്ന് ഈ ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി എൻ്റെ ഈശോയെ ഇപ്പോൾ തന്നെ നീ ഈ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ. അവരെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ സമയം അവരെ വിടുവിക്കണമേ. അവരുടെ വേദനകളെ, ചിന്തകളെ, ഓർമ്മകളെ വിശുദ്ധീകരിക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും ഈ സമയം നിങ്ങളിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ അനന്തമായ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു. നമ്മെ തേടിയെത്തിയ ക്രിസ്തു നമ്മെ സകല ഭാരത്തിൽ നിന്നും, വേദനയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും ഈ സമയം നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു, രക്ഷിക്കുന്നു, സ്വതന്ത്രമാക്കുന്നു. കർത്താവേ, നിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഈ സമയം ഞങ്ങളെ സുഖപ്പെടുത്തിയതിനെ ഓർത്ത്, ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി, നിന്റെ കാരുണ്യത്തിന് നന്ദി, നിന്റെ സ്വാതന്ത്ര്യത്തിന് നന്ദി. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറ്റപ്പെടും. കർത്താവേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ സൗഖ്യവും സ്വാതന്ത്ര്യവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അകറ്റി ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകണമേ. ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നീക്കി ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹാഗ്നി കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്നും, കെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സകല പാപമാലിന്യത്തിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഈശോയെ, നിന്റെ തിരുരക്തം ഈ സമയം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈശോയെ, നിന്റെ കുരിശിലെ സ്നേഹവും കൊണ്ട് ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെ നീ നിറച്ച് ഒരു പുതു സൃഷ്ടിയാക്കി ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന എല്ലാവരിലേക്കും, ഇന്ത്യ മഹാരാജ്യത്തിലേക്കും നിന്റെ കാരുണ്യം അയച്ച്, നിന്റെ സമാധാനം അയച്ച് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം സകല ജനങ്ങൾക്കും നീ മനസ്സിലാക്കി കൊടുക്കണമേ. ക്രിസ്തുവിൽ നിന്ന് അകലുന്നതല്ല സ്വാതന്ത്ര്യം, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് ദൈവത്തിലേക്ക് തിരികെ വരുന്നതാണ്, ദൈവത്തോട് കൂടെയായിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെതായി മാറുന്നതാണ്, ക്രിസ്തുവിൻ്റെതായി മാറുന്നതാണ് ഞങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ഈ സമയം ലോകം മുഴുവനുള്ള ഓരോ വ്യക്തിക്കും നീ മനസ്സിലാക്കി കൊടുക്കണമേ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവേ, നിന്റെ കൃപയും അനുഗ്രഹവും സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും സൗഖ്യവും സമാധാനവും ഈ സമയം നിറച്ച് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ. മനസ്സിൻ്റെ ഭാരങ്ങളും വേദനകളെല്ലാം ഈശോ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ ഭാരം, പാപഭാരം, കുറ്റബോധമെല്ലാം ഈശോ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ വേദനയും ദുഃഖവും ഈശോ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ ആ അടിമത്തത്തിൻ്റെ അവസ്ഥ, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, ദുഃഖത്തിൻ്റെ അവസ്ഥ എല്ലാം കർത്താവായ യേശു ഇപ്പോൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റുന്നു. അവിടുന്ന് നിങ്ങളെ സ്പർശിക്കുന്നു, അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിങ്ങളെ പാപക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി, സ്തുതി, സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച്
നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ കൂടെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത്, അങ്ങനെ നിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം, പുത്രന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഞങ്ങളെ നീ വിളിച്ചതിനെ ഓർത്ത്, ആ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ ഓർത്ത്, ഇനി മുതൽ ക്രിസ്തുവിനു വേണ്ടി, ക്രിസ്തുവിനായി ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ നീ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നീ നൽകുന്ന സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക കടബാധ്യതകളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ശാരീരിക ക്ലേശങ്ങളിലായിരിക്കുന്ന രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ ശത്രുക്കളായി കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് ഇപ്പോൾ തന്നെ അവരുടെ നിയോഗങ്ങൾ നീ സാധിച്ചു കൊടുത്ത് ജീവിതത്തിനൊരു വലിയ അർത്ഥം ക്രിസ്തുവിൽ കണ്ടെത്തുന്നതിനും ക്രിസ്തുവിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിനും നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കുന്ന ക്രിസ്തുവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം അവിടുത്തെ പൂർണ്ണ സമാധാനത്താലും സ്വാതന്ത്ര്യത്താലും സ്നേഹത്താലും സൗഖ്യത്താലും ഈ രാത്രിയിലും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളെ നിറയ്ക്കട്ടെ, സംരക്ഷിക്കട്ടെ, ആശീർവദിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ്.